ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ക്ലോഡ് എന്ന് പറഞ്ഞൊരു ജുറാസിക് പാർക്കിൻ്റെ തീം വരുന്നൊരു ഗെയിമുണ്ട്. അതിൻ്റെ ഡെമോ ഇറങ്ങിയിട്ടുള്ളൂ. നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഇതാ നമ്മളൊരു ഓപ്പൺ വേൾഡിൽ വന്നിട്ടുണ്ട്. ജുറാസിക് പാർക്കിന് എനിക്കൊന്ന് അടച്ചു പൂട്ടിയിട്ടേക്കുന്ന ഒരു സ്റ്റേഷനായത്. എന്തോ ഒരു റെഡ് ലൈറ്റ് ഒക്കെ സ്റ്റെയർ പോലെ എന്തോ അത് കയറുന്നു. ഓക്കെ, സ്വിച്ച് ഒന്ന് ഓക്കെ, അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. എനിക്കൊന്ന് എന്തോ മൂവ് ചെയ്യുന്ന പോലത്തെ എന്തോ വണ്ടി പോലത്തെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. റെയിൽ പോലൊക്കെ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. സാധനങ്ങൾ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഒന്നും കാണുന്നില്ലല്ലോ, ഉള്ളിരിട്ട. ഇൻസ്ട്രക്ഷൻസ് പോലത്തെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതിന്റെ ഹിസ്റ്ററിയാ, ഇതുണ്ടാക്കി എടുത്ത് ചെയ്തതിൻ്റെയൊക്കെ ഹിസ്റ്ററി അവർ വിശദീകരിക്കുക നമ്മളോട്. ഇതൊന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗൈസ് കണ്ടോ, ടിറക്സ്, തോന്നുന്നു റിറക്സ്. അപ്പോൾ ഇവിടെ മൊത്തം സ്കാറ്റേഡ് ആയിട്ട് ഇവിടെ എല്ലാം ഡൈനോസേഴ്സ് ഇറങ്ങി നടക്കുക. നമ്മുടെ മിഷനി എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ആ വണ്ടിയിൽ കയറി. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഈ ക്ലോസ് പോലെ എന്തെങ്കിലുമൊക്കെ ഇവിടെ എപ്പോഴും കാണും. അത് എല്ലായിടവും സെർച്ച് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ഞാൻ അറിയില്ല ഇവിടെ എന്തായിരിക്കുമെന്ന്. പിന്നെ ആ കൺഫ്യൂഷൻ എടുത്ത് ഈ മാപ്പിനകത്ത് തപ്പി കണ്ടുപിടിക്കാൻ തന്നെ പാടാൻ പോകും. മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന വീട്ടിൽ എല്ലായിടത്തും കയറി ചുമ്മാ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. എവിടോട്ടാണ് പോകേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇൻസ്ട്രക്ഷൻസിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറഞ്ഞില്ല. നമുക്ക് ലൈറ്റ് കാണുന്ന വീട്ടിൽ പോവുക, എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് തപ്പുക. അതാണ് നമ്മുടെ പ്ലാൻ. ഈ വെട്ടമില്ലാതെ ടോർച്ചും നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും പറ്റുന്നില്ല. അവിടെ ഇവിടെ എല്ലാം കയറേണ്ടി വരിക. ഇത് നമ്മൾ നോക്കാം. ഇനി ഇവിടെ എന്തോ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. നോക്കട്ടെ. അപ്പോൾ ഈ വീട്ടിലൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. ഇനി അടുത്ത നോക്കി. അത് ഐസ്ക്രീം വണ്ടി. എന്തായാലും അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഐസ്ക്രീം അമൂല്യോ ഇത് കമ്പനി ഒന്നുമില്ല. വെള്ളച്ചാട്ടം ഇതൊന്നും ഓഫ് ചെയ്തിട്ടില്ല ഇതുവരെ. ഈ ഇടിയുടെ സൗണ്ട്, മൊത്തത്തിലുള്ള ആംബിയൻസ്, ഹെഡ്സെറ്റ് വെച്ച് കളിക്കുമ്പോൾ ഒരു രക്ഷയില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്ലാരിറ്റി ഇല്ല ഈ സ്ഥലങ്ങളിൽ. ഈ ലൈറ്റ് കൊണ്ട് പോകുന്നുണ്ട്, അത് മാത്രമുള്ളൊരു ഐഡിയ കുറവ്. പിന്നെ മാപ്പ് പോലെ നമുക്ക് പ്രത്യേകിച്ചൊരു, ഇതിപ്പോൾ ഡെമോ പീസ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ശരിക്കുള്ള ഗെയിം വരുമ്പോൾ എന്തായാലും മൾട്ടിപ്ലെയർ ലെവൽ അടിപൊളി ചെയ്യണം. ഒരു മൾട്ടിപ്ലെയർ ഗെയിമുമാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാം. അങ്ങനെ വരുമ്പോൾ ഇത് നൈസായിരിക്കും. നമുക്ക് നോക്കാതൊന്ന് അതിന് വരുന്ന റേറ്റ് എത്ര ആവുമെന്നും കൂടെ അറിയണം. ഓക്കെ, അപ്പോൾ എന്തോ ഒരു സ്റ്റേഷൻ, എന്തോ ഒരു പേപ്പർ റോഡുണ്ട്, എന്തോ നോക്കത്തില്ല. ഓക്കെ, എന്തൊക്കെയോ എഴുതി. നമ്മളതൊന്നും വായിക്കാറേ ഇല്ല. നമ്മളതിനനുസരിച്ച് അങ്ങ് പോവാം. ഇനി എന്താ, ഓക്കെ, എന്തോ ഒരു കീ കാർഡ് വേണം. അതപ്പം വെളിയിൽ നിന്ന് എവിടുന്നോ കണ്ടുപിടിച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. അതായിരിക്കും. എല്ലായിടത്തും നോക്കിയിട്ടും കണ്ടില്ല. ഇനി എവിടെ ആയിരിക്കും അത്? അപ്പം നമ്മൾ വന്ന വഴി എല്ലായിടത്തും കയറിയിട്ടാണല്ലോ പോയത്. അവിടെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എവിടെ കാണാൻ? ഓ, അവിടെ ഒരു റെഡ് ലൈറ്റ് കയറും. എന്താ, അവിടെ ഒരു വിൻഡോയും ഉണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെ കാണാനാണ് സാധ്യത. ബാക്കി ഓൾമോസ്റ്റ് എല്ലായിടത്തും നമ്മൾ കവർ ചെയ്തിട്ടാണ്. റൈറ്റ് സൈഡിൽ അത് വരും. ഓക്കെ, അതെന്താ കീ കാർഡ് തന്നെ. അത് കീ കാർഡ്. ഓക്കെ, അത് തന്നെ കിട്ടി. ഓക്കെ, ഹെൽത്ത് കിറ്റ്. ഇതെന്താ ഇരിക്കുന്നു? പിസ്റ്റലൊക്കെ ഉണ്ട്. ഫുഡ്, സ്നാക്സ് എന്തൊക്കെ ഇരിപ്പുണ്ട്. പിസ്റ്റല്, പിന്നെ എന്താ ബുള്ളറ്റ്. അതിൻ്റെ ബുള്ളറ്റുകൾ ഇരിപ്പുണ്ട്. വലിച്ചു കുറച്ച് എല്ലായിടത്തും. ഇനിയിപ്പം തിരിച്ചൊരു വരവിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് വേണ്ടതല്ല നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ് കൊണ്ട് അവിടെ സ്വൈപ്പ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇനിയും തുറക്കുമ്പോൾ ഡൈനോസർ എല്ലാം വരുമോ? നോക്കാം. ഇനി നമുക്ക് നേരെ പോകേണ്ടത് മറ്റേ നമ്മൾ ആദ്യം കണ്ട റെഡ് ലൈറ്റ് സ്പോട്ടിലോട്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ ആ ലെറ്റർ വായിച്ച സ്പോട്ടിൽ അവിടെ കീ കാർഡ് വെച്ച് പറയുമ്പോൾ
മിക്കവാറും ഡോറായിരിക്കും, അത് വലിയ ഡോറല്ല, ഓപ്പൺ ആവുമായിരിക്കും, നോക്കാം. അപ്പോൾ ആ കീ കാർഡ് വെച്ചിട്ടുണ്ട്, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്താ? ഓക്കെ, നമ്മുടെ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അയ്യോ അത് ഡൈനോസർ ആയിരുന്നു, ഞെട്ടി ഞാനത്. പ്രതിമയായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം വേറെ എന്തോ. ഇവിടെ എന്താ ചെയ്യാനായിരിക്കും? നമ്മൾ അറ്റാക്ക് ചെയ്യും ഇവിടെ നോക്കുക. നിലവിൽ നമുക്കൊന്നും പ്രശ്നമില്ലാത്ത പോലെയിരിക്കും, പക്ഷെ ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, സൗണ്ടും ഇടിയും മഴയും ഒരു ഇത് വരുമെന്നുള്ളൊരു പേടി എല്ലാം കൂടെ നല്ലൊരു കൂട്ടുകാരോടെ കളിക്കുമ്പോൾ നൈസായിരിക്കും. അന്നുടനെ ഒന്ന് കളിച്ചു നോക്കണം. ഇത് നമുക്കിനി ഇതുപോലെ ഇനി എന്തെങ്കിലും പരിപാടി ഇവിടെയും കാണും. ഈ റെഡ് ലൈറ്റ് ഉള്ള സ്പോട്ടിലായിരിക്കും മിക്കവാറും എല്ലാം ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു. നമുക്ക് അവിടെ പോയി നോക്കാം, ഇതെന്താണെന്ന് നോക്കിയിട്ട് അപ്പുറത്ത് പോയി നോക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഹിൻ്റായിട്ടൊന്നും ഇല്ല, നമുക്കിവിടെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരിക്കും ഇവർ ഈ ഡെമോ കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് എല്ലാം കൊണ്ട് എന്തെങ്കിലും ഒരു മിഷൻ്റെ പോലെ എന്തെങ്കിലും തരയായിരിക്കും വിശ്വസിക്കുന്നു. ജസ്റ്റ് നമ്മളെ ഒന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ആ മൂവ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്തുണ്ടോ ഇനി ഡൈനോസോഴ്സൊക്കെ? ദൈവമേ, ഇതെന്താ? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നിനെ അടച്ചിട്ടിരുന്ന സ്പേസ് ആയിരുന്നു തോന്നുന്നു. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടോ? വഴി കൂടെ പോകാൻ തന്നെ ഒരു ഇത് തോന്നുന്നു. ഇത് ഏതാണ്ടൊക്കെ ചവിട്ടി മെതിച്ചിട്ട് പോയേക്ക്. ഇവിടെ വല്ലതും ഉണ്ടോ ഇനി? ശവമാവോ? എന്തായാലും പോകണോ വേണ്ടയോ എന്നൊരു ഡൗട്ട്. ആ ഫ്രണ്ടിൽ എവിടെയെങ്കിലും തന്നെ നിന്നാൽ മതിയായിരുന്നു. പുറകിൽ എന്തൊക്കെയോ ഒച്ചയും കേൾക്കുന്നത് നടക്കുന്ന പോലൊക്കെ. ആരാ അവിടെ? ഓടിക്കോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്നിട്ട് തന്നെ ഒരു വശവശക്ക്. ചാനലും കൂടെ ഒക്കെ ഉണ്ടാകാൻ നൈസായിരുന്നു കേട്ടോ. ഇതിപ്പം ഇതിനകത്ത് മൾട്ടിപ്ലെയർ കളിക്കാനും പറ്റത്തില്ല. നമുക്ക് റെഡ് ഡോട്ട് എന്തായാലും എന്താണെന്ന് നോക്കാം. ആ റെഡ് ഡോട്ട് പോലെ ലൈറ്റ് ഇവിടെ കാണും എന്തായാലും അടുത്ത ഹിറ്റ്. ഇതും അടുത്ത ലെറ്റർ ഇതൊന്നും വായിക്കാനേ വയ്യ. എന്തെങ്കിലും വായിച്ച അടുത്ത ടാഗിൻ്റെ എന്തോ പരിപാടിയാന്ന് തോന്നുന്നു. അത് ഇനി അടുത്ത കണ്ടുപിടിക്കണം. എനിക്കൊന്നും അടുത്തതുപോലെ എന്തോ ടാഗ് കണ്ടുപിടിച്ചു, അത് വെച്ച് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഗേറ്റ് ഇച്ചിരി ഡേഞ്ചർ ആണെന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. നമുക്കിവിടെ ഇനിയും ഇതുപോലെ ആ വീട് പരതിയ പോലെ വേറെ വീടുകളൊക്കെ പോയി പരതി നോക്കാം, എന്തെങ്കിലും കിട്ടുമോ എന്നറിയാമല്ലോ. ചെറിയൊരു ലാഗ് ഇത് ഹോട്ടലാന്ന് തോന്നുന്നു. കഴിച്ചിട്ട് അതുപോലെ ഇരിക്കുന്നു. അടുത്തിരട്ട എന്താ ഇങ്ങനെ സൂം ചെയ്ത് ഐഡിയൊക്കെ ചെയ്യാം. ഓക്കെ, ഇതെന്തോ ഇത് നമുക്ക് വലിയ ഗുണമുള്ളതാണെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം വെളിയിൽ വേറെ എന്തെങ്കിലും റൂമിൽ കീ കാർഡ് പോലെ എന്തെങ്കിലും കിട്ടുമോ. എന്തിൻ്റെയൊക്കെ ഒച്ചയോ സൗണ്ടോ ഒക്കെ കേൾക്കുന്നുണ്ട്. ഇനി അടുത്ത വല്ലതും ഉണ്ടോ? എന്തോ അവിടെ മൂവ് ചെയ്യുന്ന പോലെ തോന്നി എനിക്ക്. എന്ത് അതോ എന്തോ ഉണ്ട്. എന്തോ രണ്ടെണ്ണം കൊടുത്തു നോക്കി. എന്തോ ഇനി പറന്ന് എൻ്റെ ഇതിലേക്ക് ഒരു കയറി വെച്ചു, ഓടിപ്പോയി. പോയി നോക്കാം ചെറുക്കൻ എന്തോ പറ്റിയെന്ന്. വേണ്ട, അതവിടെ വന്ന് വട്ടം കറങ്ങി ഓടും.